Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. ഈ പകൽ ആമേൻ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരിക്കാം സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. തത്സമയ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ സ്നേഹതീരം പ്രയർ ഫാമിലി പേജിലൂടെ അനേക വ്യക്തികളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കാണുവാനും അതിനുവേണ്ടി മധ്യസ്ഥത വഹിപ്പാനും ഇടയായി തീർന്നു. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയോട് ഒരുമിച്ച് അനേക അഭിഷിക്തന്മാർ, അനേക ദൈവമക്കൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ആമേൻ ലഭിച്ചതായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പലരുടെയും വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ആമേൻ. പലരും ഫോണിലൂടെ വിളിച്ച് ആമേൻ അതെ ക്ഷേമങ്ങൾ അറിയിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാർത്ഥനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന ഈ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് ആമേൻ അക്കൗണ്ടിനോട് ആമേൻ കൂട്ടായ്മ കാണിക്കുന്ന ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞാൻ അങ്ങ് വാഴ്ത്തുന്നു, ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞതായ ലോകത്ത് ഞങ്ങൾ ആയിരുന്നെടുത്ത് കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടെ ഇവിടങ്ങളിലായിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് സൂക്ഷിച്ച പരിപാലിച്ച ദൈവ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കുടുംബമായി അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആമേൻ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. ആ മാളിക മുറിക്കകത്ത് ഒരുമനപ്പെട്ടിരുന്നപ്പോൾ ആത്മാവ് ചലിച്ചതുപോലെ ഇന്ന് രാത്രി വിവിധ ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ ഫേസ്ബുക്കിലൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. ഇന്ന് രാത്രി രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാൻ, ഭാവികൾ മനംതിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകുന്ന ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ വെളിപ്പെടുത്തി അങ്ങ് ആമേൻ സമാധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ നന്ദിയോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവജനത്തിന് അവകാശമായ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ ആ വാഗ്ദത്തത്തിലേക്ക് അവയെ ചുവടുകൾ വെക്കുമ്പോൾ അവരെ പാതാളത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളോട് അവയെ പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി ജനം നിറയപ്പെടുവാൻ തക്കവണ്ണമിടയാകട്ടെ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണമിടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവരിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിച്ചു. ആദ്യോടൊക്കെ പരിശുദ്ധാത്മാവ് ദൈവം കൂടി ശുശ്രൂഷിപ്പാൻ അടിയെ ശക്തീകരിക്കും. ജനത്തെ അവിടുന്ന് ഒരുക്കും. പ്രാർത്ഥന കേട്ടതിനായി യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു സാക്ഷ്യത്തോടു കൂടെ ആമേൻ ദൈവവചന ശുശ്രൂഷ ആമേൻ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവം ഹല്ലേലൂയ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്
ശക്തിക്ക് വാതിൽ തുറന്ന് എല്ലാ സമൃദ്ധിയും നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാ സമൃദ്ധിയും നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്ന മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നും മതിയായവൻ. മനോഭാരത്താൽ അകന്ന് മനോവേദനയാൽ നിറഞ്ഞ് മനമൊരുങ്ങിയ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമൊരുങ്ങിയ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ മതിയായവൻ. അവൻ എന്നും മതിയായവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നും മതിയായവൻ. എന്റെ ഭാരമെല്ലാം തന്റെ ചുമലിൽ കേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നും മതിയായവൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാറോട് അണഞ്ഞിടും ഞാൻ. പോയപ്പോൾ തന്റെ വരും. എന്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോൾ തന്റെ വരും. എന്റെ യേശു എത്ര നല്ലവൻ. യോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നും മതിയായവൻ. മനോഭാരത്താൽ അറിയുന്ന വ്യക്തിയാണ് താങ്കൾ. ആമേൻ. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ നീ മനമുരുകി കരയുമ്പോൾ നിന്റെ അരികിൽ വന്ന് ആമേൻ നിന്റെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായ വല്ല സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമൈതലേ നീ അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം
വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി തുറക്കുക. ദൈവം ശക്തനാണ്. അവിടുത്തെ ധനത്തിനൊത്തവണ്ണം വിശ്വസിക്കുന്ന നിന്റെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ എല്ലാം സമൃദ്ധിയായി നൽകുന്ന ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തെ സത്യ വേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്തിനെ ഇത് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഹല്ലേലൂയ പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിനോട് യേശു കർത്താവ് പറയുക, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് നിന്റെ അപ്പനല്ല, നിന്റെ അമ്മയല്ല, നിന്റെ കൂടപ്പറപ്പല്ല, ലോകത്തിൽ ഒരു മഹാനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഈ സത്യം നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി തിരുവഴുത്ത് ആമേൻ അതെ സത്യമെന്ന് വിശ്വസിക്കുന്നവർ, സത്യ വേദപുസ്തകം സത്യമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീ കേൾക്കാൻ പോകുന്ന വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തതാകിയ ശ്രോതാവേ, നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെ നിന്നെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും അതെ ഇരുത്തിയിരിക്കുന്ന പൈശാചിക അതേ ബന്ധനത്തിനകത്ത് നിന്ന് മുഖത്തിന്റെ അമ്മിക്കയറുകളെ പൊട്ടിച്ച് പുറത്തെടുക്കുവാൻ ശക്തനായവൻ അഭിഷക്തൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി നസ്രേത്തുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ട് അതേ ദാവീദിന്റെ ആമേൻ അതേ അതേ ഗോത്രത്തിൽ ഹല്ലേലൂയ ആമേൻ അതേ വംശത്തിൽപ്പെട്ട യഹൂദ ആമേൻ അതേ വംശത്തിൽപ്പെട്ട ആമേൻ മറിയയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ആമേൻ അതേ നിന്റെ പാപത്തിന് വേണ്ടി, നിന്റെ ശാപത്തിന് വേണ്ടി, നിന്റെ കണ്ണുനീര്, നിന്റെ തകർച്ച നീക്കി നിനക്ക് നിത്യത നൽകുവാൻ ആമേൻ ഈ ഭൂമിയിൽ നീ എത്ര ആയുസ് അവിടെ ആയിരിക്കുന്നുവോ അത്രയും ആയുസ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ അത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ആ സത്യം ആരറിയുന്നുവോ ആ വ്യക്തി സ്വതന്ത്രമാകുകയാണ്. ഇന്ന് രാത്രി സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയാതെ ഏതിനാലോ ഞെരുങ്ങിക്കൊണ്ട് ബന്ധിക്കപ്പെട്ട് ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമാണ് നീ ആയിരിക്കുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് ആമേൻ നിന്നെ സ്വതന്ത്രനാക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ ഏകനാമം യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. ഈ നാമം ഹല്ലേലൂയ സകല നാമത്തിനും മേലായ നാമമാകിയ ആ നാമത്തെ അറിഞ്ഞവരും ആ നാമത്തെ വിശ്വസിച്ചവരും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ആ നാമത്തിൽ ആശ്രയിച്ചിട്ട് നാളിതുവരെ നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനം സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായി ശേഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ അറിയേണ്ടതുപോലെ അറിയുവാൻ തയ്യാറാകുക. അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഈ ശുശ്രൂഷയുടെ ആമേൻ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ വ്യക്തികൾ ആമേൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ആമേൻ യേശു എന്ന നാമത്തെ അറിയണം. ഹല്ലേലൂയ. ആമേൻ നാളിതുവരെ ആമേൻ അവനോട് പറ്റിയിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആമേൻ നീ ആയിരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ഇറങ്ങി വന്ന് അവനോട് പറ്റിയിരിക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നിശ്ചയമായും അവൻ നിന്നെ ഉയർത്തുവാൻ, അവൻ നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം.
ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ വചനം കേൾക്കുവാനായി ദൈവം ഒരുക്കിയ അവസരം നഷ്ടമാക്കാതെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ. വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആമേൻ ഇന്ന് ഒരു സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ആമേൻ. അത് ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇരുന്നവനും ഇരിക്കുന്നവരും വരുന്നവനും അൽഫയും ഒമേഗയും ആയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ആമേൻ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ആമേൻ. അതെ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളെ ദൈവത്തിന്റെ കുട്ടിയാക്കുന്നത് എന്താണ്? കുട്ടി മീൻസ് മക്കൾ. നിങ്ങളെ ദൈവത്തിന്റെ മക്കൾ ആക്കുന്നത് എന്താണ്? ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ ആമേൻ ആരംഭിക്കുന്നത്. വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നോക്കിക്കേ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു ചോദ്യം ശ്രോതാവേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നുവെന്ന് സത്യ വേദ പുസ്തകം പറയുമ്പോൾ യേശു കർത്താവിന്റെ അരികിൽ വന്ന തന്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഒരു കൂട്ടർ അവനെ വിശ്വസിക്കുന്നവർ ദൈവമക്കളെന്ന് അറിയപ്പെടും എന്ന് പറയുമ്പോൾ യേശു കർത്താവ് നേരിട്ട് പറയുക, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എങ്ങനെയാണ് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി അറിയപ്പെടുന്നത്? ഹല്ലേലൂയ. ഈ രണ്ട് വാക്യങ്ങളും ചേർത്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുവാനായി കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അവരെ ദൈവമക്കൾ എന്ന് വിളിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ തങ്ങളുടെ കർത്താവും വ്യക്തിഗത രക്ഷകനുമാക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. അത് നിങ്ങൾ ആരാണെന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ ദൈവവചനം ആമേൻ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി ആമേൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആമേൻ വാസ്തവമായും ദൈവമക്കൾ ആകുന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറയുക. ഇന്ന് രാത്രി എവിടെയോ വെച്ച് ആ കൈ ഉയർത്തി, ആമേൻ, ഞാനൊരു പാപിയായി എന്നെ രക്ഷിപ്പാനാണ് ആമേൻ അങ്ങ് ഈ ലോകത്തിൽ വന്നതെന്നുള്ള സത്യം അറിഞ്ഞു. അങ്ങനെ ദൈവമക്കളായി. പക്ഷെ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, സ്നാനപ്പെട്ട ദൈവവൈതലെ, ആമേൻ, തിരുമേശ എടുക്കുന്ന അഭിഷിക്തന്മാരെ, ഹല്ലേലൂയ, തിരുമേശ കൊടുക്കുന്ന അഭിഷിക്തന്മാരെ യേശു കർത്താവ് പറയുക, സമാധാനം ഉണ്ടാക്കുന്നവരാ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് എന്ത് ചെയ്യും? വിളിക്കപ്പെടും. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടിട്ടും സമാധാനമില്ലേ? സ്നാനപ്പെട്ടിട്ടും സമാധാനമില്ലേ? സ്വത്രകാഴ്ചയും ദശാംശവും മനഃപൂർവ്വ ദാനങ്ങളും കൊടുത്തിട്ട് സമാധാനമില്ലേ? സ്വസ്ഥതയോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ലേ? എവിടെയോ പിശക് സംഭവിച്ചു. യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവരാ ഭാഗ്യവാന്മാർ. ആമേൻ. ഏതോ കൺവെൻഷൻ വെച്ച് ഏതോ ട്രാക്ട് വായിച്ച് യേശുവേ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ ദൈവമക്കൾ എന്നുള്ള ആ പദവി, ആ ലേബല് കിട്ടിയത് കൊണ്ട് സമാധാനം അത് അകത്ത് വരുന്നില്ല. ആമേൻ. സമാധാനം അകത്ത് വരണമെങ്കിൽ ഹല്ലേലൂയ നീ സമാധാനം ഉള്ളവനായി മാറുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ യേശു ആരാന്ന് എന്ത് ചെയ്യണം? അറിയണം. ഏതോ കവല പ്രസംഗം കൊണ്ടോ ഏതോ ട്രാക്ട് വായിച്ചത് കൊണ്ടോ നീ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഹല്ലേലൂയ. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത
സന്തോഷം യേശു നിന്റെ അകത്ത് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനെന്താ ചെയ്യേണ്ടത്? യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 1:22 വചനം കേൾക്ക മാത്രം ചെയ്യുക കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പിൻ. ഹല്ലേലൂയ. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരോ ആയിരിപ്പിൻ. ഹല്ലേലൂയ. എവിടെയോ വെച്ച് പ്രസംഗം കേട്ടു, അത് ടിവിയിലൂടെ ആകാം, അത് യൂട്യൂബിലൂടെ ആകാം, അല്ല ഏതോ കൺവെൻഷൻ സെന്ററിലായിരിക്കാം, അല്ല ടിവിയിലൂടെ ആകാം, അല്ല നെറ്റിലൂടെ ആകാം, അല്ല ആമേൻ ഏതെങ്കിലും വ്യക്തിയിലൂടെ ആകാം. എങ്ങനെയാവട്ടെ ആമേൻ, നീ കേട്ടത് സത്യമാ. യേശു ആമേൻ ജീവിക്കുന്ന ദൈവമാ. യേശു സമാധാനദായകനാ, സമാധാന പ്രഭുവാ. പക്ഷേ ആമേൻ ആ സമാധാനം ഇന്നും നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹിത, നീ കേട്ട വചനത്തിന്റെ കുഴപ്പമല്ല, നീ കേട്ടതുപോലെ ജീവിക്കുവാൻ അത് സാധിക്കാത്തത് കൊണ്ടാ. ഇന്ന് രാത്രിയിലും അത് നീ കേട്ടത് സത്യം, എന്നാൽ ആ സത്യം നിന്നെ സ്വതന്ത്രരാക്കുവാൻ കഴിയാതെ ഇന്നും അടിമ യുഗത്തിനകത്ത് നിന്നെ കുടുക്കിയിട്ടിരിക്കുന്ന അത് പൈശാചിക ശക്തിക്കകത്ത് നീ കിടക്കുന്നെങ്കിൽ അതിനകത്ത് നിന്ന് നിന്നെ പുറത്തേക്ക് നയിക്കുവാൻ ആമേൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ അത് നൽകപ്പെട്ട ഏക നാമം യേശുവെന്ന നാമമാ. ആ നാമത്തിലുള്ള സമാധാനം, ആ നാമത്തിലുള്ള സൗഖ്യം, ആ നാമത്തിലുള്ള വിടുതൽ ഹല്ലേലൂയ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട അത് ക്ഷണിക്കപ്പെട്ട കൃപ ലഭിച്ച ദൈവമക്കളെ, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്? ഹല്ലേലൂയ. വചനം കേൾക്കാൻ മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ നാളുകളായി വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനെ വിളിച്ച ദൈവം, അബ്രഹാം ദൈവശബ്ദം കേട്ടു. അവൻ ചുവട് വെച്ചു. അവന്റെ ചുവട് തെറ്റിക്കുവാൻ, അവന്റെ കാഴ്ചപ്പാടിനെ മറിച്ചു കളയുവാൻ, അവനോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികളെ പിശാച് കയ്യിലെടുത്തു. വാഗ്ദത്തം കേട്ട അബ്രഹാമിനോട് തന്റെ ഭാര്യ പറയുക, സ്ത്രീകൾക്കുള്ള മുറ നിന്നുപോയിരിക്കുക, അതുകൊണ്ട് എന്റെ ദാസി ഹാഗറിന്റെ അടുത്ത് നീ പോയി അതെ പരിഗ്രഹിച്ച് ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരിക. നോക്കുക, ഭാര്യയുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട അതെ അബ്രഹാം അതെ വാഗ്ദത്തം നിറവേറുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇന്ന് രാത്രി അത് ഏദനിൽ ആക്കി വെച്ച ആദാമിന്റെ ജീവിത പങ്കാളിയായ ഹവ്വയെ തെറ്റിച്ചു കളഞ്ഞ ദുഷ്ടപിശാച് അബ്രഹാമിന്റെ ഭാര്യയായ സാറയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അത് ഉറന്നു പോയി അത് തലമുറയിന് ഉണ്ടാകത്തില്ലെന്നേ. അതുകൊണ്ട് സംബന്ധം അത് മറ്റൊരു വഴിക്ക് വിട. വിട്ടുവെച്ച ആലോചന പറഞ്ഞു തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തം ചുമ്മിക്കൊണ്ട് നടക്കുന്ന ശ്രോതാവെ, നിന്നെ റൂട്ട് തെറ്റിച്ച് ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ എത്തിക്കാതിരിക്കുവാൻ നിന്റെ കൂടെയുള്ള വ്യക്തികളെ ഒരുപക്ഷെ പിശാച് അതേ കയ്യിലെടുത്ത് ഉപയോഗിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ട നീ അതിനെ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ശക്തിയെ പ്രാപിച്ചില്ല എങ്കിൽ നീ പരാജയപ്പെടുവാൻ തോന്നമിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു സാക്ഷ്യം നിങ്ങളോട് പറയട്ടെ. അതെ 1997 അതെ കർത്താവിന്റെ ശബ്ദം കേട്ട് ദൈവവചനം പഠിക്കുവാനായി സമർപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. ഇതിനിടയിൽ അനവധി നിരവധി കഷ്ടങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ എല്ലാം കടന്നു വന്നു. 21ാമത്തെ വയസ്സിൽ വിവാഹിതനായി തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് തലമുറയുണ്ടായി. ഒന്നല്ല 2 തലമുറയെ സ്വർഗത്തിലെ ദൈവം തന്നു. എന്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിലുണ്ട്, പല ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഞാനായിരിക്കുന്ന ഈ പാലക്കാടിന്റെ മണ്ണിൽ ഞാനും എന്റെ ഭാര്യയും മക്കളും തികച്ചും വിശ്വാസത്താൽ ഓരോ ദിവസവും ചുവടുകൾ മുൻപോട്ട് വെക്കുകയാണ്. എങ്ങനെ, എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, എവിടെ കിടക്കും എന്നുള്ള ചിന്ത നിങ്ങളെപ്പോലെ എന്നെയും ഭരിച്ച സമയങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് എന്തെല്ലാം ചെയ്യുമെന്ന് ചിന്തിച്ച് ഇറങ്ങി പുറപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴും കർത്താവിന്റെ വേലയിൽ തന്നെയാ. എന്നാൽ മനസ്സിനകത്ത് അസ്വസ്ഥതയാ. അതെ സന്തോഷമില്ല. എന്നാൽ സന്തോഷമില്ലാതിരിക്കുമ്പോഴും പ്രസംഗമുണ്ട്,
സന്തോഷം ഇല്ലാതിരിക്കുമ്പോഴും എന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ റിയൽ ആ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചില ദിവസങ്ങൾ നീ മൗനമായി എന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഒരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാര്യയോടോ എന്റെ മക്കളോടോ പറഞ്ഞില്ല, ആമേൻ, ഞാൻ ഒറ്റയ്ക്ക് ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ 1, 2, 3 അങ്ങനെ 40 ദിവസത്തോളം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ആമേൻ ദൈവം ആമേൻ എന്റെ ജീവിതത്തിൽ അതെ ചില കാര്യങ്ങൾ അതെ വെളിപ്പെടുത്തി. ആമേൻ. അതെ, നോ പറഞ്ഞൊഴിയുവാൻ എനിക്ക് കഴിയുന്നില്ല. ആമേൻ. ദൈവസന്നിധിയിൽ അനുദപിക്കാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ആമേൻ അത് ഉയരത്തിലെ അഭിഷേകത്താൽ, ഉയരത്തിലെ ശക്തിയാ ദൈവം എന്നെ നിറയ്ക്കുവാൻ തുടങ്ങി. ആമേൻ. ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ സ്വർഗത്തിലെ ദൈവം നൽകാൻ തുടങ്ങി. അതിനനുസരിച്ച് ചുവട് വെച്ച് തുടങ്ങിയപ്പോൾ ആമേൻ എന്റെ അകത്ത് നിന്ന് ഭാരം മാറാൻ തുടങ്ങി, എന്റെ നിരാശ മാറാൻ തുടങ്ങി, ആകുലത മാറാൻ തുടങ്ങി. ആമേൻ. അങ്ങനെ ആമേൻ ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വചനം ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എങ്ങനെ സാധിക്കും? ഹല്ലേലൂയ. എങ്ങനെ സാധിക്കും? ആമേൻ. അതെ, ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും സമർപ്പിച്ചു. ദൈവമക്കളെ, ആമേൻ, ഞാൻ ആയിരിക്കുന്ന വാടക വീട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ഏതാണ്ട് 10 രാജ്യങ്ങളിലോളം ആമേൻ എന്റെ ആമേൻ ഈ ശബ്ദം ആമേൻ എന്നിലൂടെ ഈ ദൈവിക സന്ദേശം എത്തിക്കത്തക്ക വിധത്തിൽ 10 രാജ്യങ്ങളിലുള്ള വ്യക്തികളുമായി അതെ കണക്ഷൻ ആമേൻ ആകുവാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് 10 രാജ്യത്തിലേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമാണ് പറയുന്നതിൽ. കാരണം എന്താ? ആമേൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആമേൻ ഈ ലൈവിലൂടെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ 10 രാജ്യങ്ങളിലുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. അതെനിക്ക് കൺഫേം ആണ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന ഞാൻ രാപകലില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവം എന്റെ അതിരുകളെ വിശാലമാക്കി. ഹല്ലേലൂയ. ആമേൻ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള ചിന്ത എന്നിൽ നിന്ന് മാറി. ഹല്ലേലൂയ. ഓരോ ദിവസവും ആമേൻ അതെ സമയം അതെ കിട്ടാത്ത ആമേൻ സമയം പോരാത്ത ആ സാഹചര്യത്തിലേക്ക് ആമേൻ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് ആമേൻ പ്രാർത്ഥിച്ച് തീരാൻ പറ്റാത്ത നിലയിൽ വിഷയങ്ങൾ വരാൻ തുടങ്ങി. ആമേൻ. ആമേൻ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. ആമേൻ. അങ്ങനെ ഓരോ ദിവസവും ഈ മീഡിയയിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ആമേൻ ദൈവം അവസരം നൽകിയപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്, എനിക്ക് ദിവസവും ഈ ഡാറ്റ ഇങ്ങനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവേ അതിനുള്ള ക്രമീകരണം ദൈവം ഒരുക്കണം. ആമേൻ. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ദിവസം ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്വർഗത്തിലെ ദൈവം ഒരു ബന്ധം നൽകി തന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാൻ ആവശ്യപ്പെടാതെ തുടർന്നുള്ള ആമേൻ ദിവസങ്ങളിലെ ഡാറ്റ ആമേൻ അതെ ക്രമീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ ദൈവം തന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ്. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസവും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവസന്നിധിയിൽ ഇരിക്കത്തക്ക വിധത്തിൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ പറയട്ടെ, ആമേൻ രാവെന്നോ പകലെന്നോ നോക്കാതെ ആര് വിളിച്ചാലും എപ്പോൾ ആവശ്യപ്പെട്ടാലും പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോയപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ചില കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാ, ചില തലമുറകൾ തകർന്നു കിടക്കുകയാ. പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, ആരാധന ഇല്ലാഞ്ഞിട്ടല്ല, സ്വത്രകാഴ്ച ദശാംശമോ മനഃപൂർവ്വ ദാനങ്ങളോ കൊടുക്കാഞ്ഞിട്ടല്ല. ആമേൻ. ഇതിനകത്ത് തകർന്നു കിടക്കുന്ന ചിലര് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ. പ്രാർത്ഥനാ റൂമിനകത്ത് ചില ആമേൻ കോടുകൾ വരാൻ തുടങ്ങി. ആമേൻ അവരുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. ആമേൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആമേൻ ദൈവവചനം പഠിപ്പിക്കണം. ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ എല്ലാ ദിവസവും രാവിലെ ആമേൻ 9:30 തൊട്ട് 10:30, 11 മണി വരെയുള്ള ടൈമിൽ ഏതാനും ആളുകൾ ആമേൻ വാട്സ്ആപ്പ് വീഡിയോ കോളിലൂടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രാത്രി ആമേൻ അതെ 12 മണി തൊട്ടുള്ള സമയം, പുലർച്ചെ 3 മണി 3:30 വരെയുള്ള സമയം ദൈവവചനം പഠിക്കുവാൻ, ദൈവം പഠിപ്പിക്കുവാൻ അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. അതെ രാത്രി 8 തൊട്ട് 9 മണി വരെയുള്ള സമയം ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. എന്നാൽ ആ
ആമേൻ ദൈവം എന്നെ യോഗ്യനാക്കി. അങ്ങനെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് നിരാശ എന്തെന്ന് ഞാൻ അറിയുന്നില്ല, ടെൻഷൻ എന്തെന്ന് ഞാൻ അറിയുന്നില്ല, ആമേൻ ശരീരത്തിലെ ക്ലേശം എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് അല്പസമയം, ആമേൻ മറ്റു കാര്യാദികൾക്കായിട്ട് അല്പസമയം, അല്ലാതെ അല്പസമയം പോലും ഞാൻ വൃഥാ ചെലവഴിക്കുന്നില്ല. എന്നാൽ എത്തേണ്ടടുത്ത് ഓടിയെത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്ത് തിന്നും എന്തൊടുക്കും അവിടെ കിടക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം എന്നെ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡ് ആമേൻ എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചത് എങ്ങനെയാണ്? ആമേൻ അപ്പവും ഇറച്ചിയും കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ തത്സമയ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ ആമേൻ സുവിശേഷ വിരോധികൾ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ആമേൻ നിനക്കൊന്നും വേറെ പണിയില്ലേ, ഉടായിപ്പ് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ച് ആമേൻ പല വാക്കുകൾ പറഞ്ഞ് ആമേൻ അതെ കമന്റ് ചെയ്യുന്നവരെ കണ്ടു. ആമേൻ ഒരു വ്യക്തിയല്ല, പല വ്യക്തികൾ. ആമേൻ അത് അവർക്ക് ഒരു തമാശ ആയിരിക്കാം. എന്നാൽ ആത്മഭാരത്തോടെ ആമേൻ ദൈവം നൽകിയ ആമേൻ അതെ ആ ആത്മാവിന്റെ ആ നിയോഗത്തോടെ ഏറ്റെടുത്ത ശുശ്രൂഷയ്ക്കകത്ത് കയറി വന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ ഏതാണ്ട് 4:30 ആമേൻ 4 മണിയായപ്പോ ആമേൻ ഒരു കോള് വന്നു. ആമേൻ അതെ ഒരു യാത്ര, അങ്ങനെ ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി. ആമേൻ ഞാൻ പറയട്ടെ, ആ ഭവനം എന്ന് പറയുന്നത് ഇന്നേക്ക് ആമേൻ വർഷങ്ങൾക്കപ്പുറം ദൈവം എഴുതി കാണിച്ച ഒരു ദേശമാണ്. ആമേൻ ആ ദേശത്ത് ഞാൻ എന്റെ മൂത്ത മോൾക്ക് 1 വയസ്സ് പ്രായമായപ്പോഴാണ് അവിടെ ദൈവം എന്നെ ആക്കിയത്. അവിടെ എന്റെ മോളെയും എന്റെ ഭാര്യയും ഉപദ്രവിച്ചവരുണ്ട്, എന്നെ തല്ലിയവരുണ്ട്, എനിക്ക് ഉണ്ടായിരുന്ന വാഹനം തല്ലി തകർത്തവരുണ്ട്. എന്നാൽ അവരെയൊക്കെ സ്നാനപ്പെടുത്തുവാനും ആമേൻ അവിടെ ഒരു ദൈവസഭ സ്ഥാപിക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച ദൈവസഭയ്ക്ക് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവം എന്നോട് പറഞ്ഞു, അത് വിട്ടിറങ്ങാൻ. ഹല്ലേലൂയ. അങ്ങനെ ആ സഭ ഞാൻ വിട്ട് ആമേൻ ഞാൻ ഇറങ്ങി. പലരും എന്നോട് പറഞ്ഞു, അബദ്ധമാ കാണിക്കുന്നത്. ആമേൻ എന്താ എന്ന് ചോദിച്ചപ്പോ, നിനക്ക് ആര് വാടക തരും? ആമേൻ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആര് ചെലവിന് തരും? അപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അയ്യോ, അത് എഴുതിയിരിക്കുന്ന വചനമല്ലേ? അതെ, എഴുതിയിരിക്കുന്ന വചനം വിശ്വസിക്കുവാൻ തയ്യാറാണോ? കരുതുന്ന ദൈവം ആരെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വേഗത്തിൽ പറയട്ടെ. അന്ന് ആമേൻ ഇറങ്ങി. ആമേൻ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാഷ അറിയാത്ത ഒരു രാജ്യത്തേക്ക്, ഒരു നാട്ടിലേക്ക്, ആമേൻ ഒരു സ്റ്റേറ്റിലേക്ക് അയക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആമേൻ എന്റെ മൂത്ത മോൾക്ക് അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക. ആമേൻ അതെ ഇളയ മോള് 1 വയസ്സാകുന്നേ ഉള്ളൂ. ആമേൻ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഹൈദരാബാദിലേക്ക് പോകുവാൻ കർത്താവ് പറഞ്ഞു. അങ്ങനെ ഹൈദരാബാദിലേക്ക് പോയി. എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ സഹോദരങ്ങള് ഒക്കെ ആമേൻ അതെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഈ ഭാഷ അറിയാത്തിടത്തേക്ക് ഇവൻ പോയി എന്ത് ചെയ്യാനാ, ഇവരെ കൊണ്ട് പോയി എന്ത് ചെയ്യും? പക്ഷേ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ രാജാക്കന്മാരെ പോലെ ജീവിക്കത്തക്ക വിധത്തിൽ എല്ലാ നന്മയും കൊണ്ട് എന്നെ പോഷിപ്പിക്കുവാൻ ദൈവം ശക്തരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്ന് തിരികെ വന്ന് ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ, എന്റെ മാതാവും പിതാവും എന്റെ സഹോദരങ്ങളൊക്കെ ആയിരിക്കുന്ന നാട്ടിൽ ആമേൻ അതെ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യാമെന്ന് ചിന്തിച്ച് വന്നു. എന്നാൽ ഞാനും എന്റെ പിതാവും ആമേൻ ഇന്ന് ഈ ലൈവിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും എന്റെ പിതാവും ആമേൻ അതെ മോട്ടോർ സൈക്കിളിൽ ഒരു വാടക വീട് അന്വേഷിച്ചു പോയി. ആമേൻ വീട് കണ്ടെത്തി. ആമേൻ അതിന് എഗ്രിമെന്റ് ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. പക്ഷേ സമയമായപ്പോൾ അത് ലഭിക്കുവാനിടയായില്ല. ആമേൻ അങ്ങനെ അവിടെ നിന്ന് എവിടേക്ക് പോകണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ വീണ്ടും പാലക്കാട് എന്നുള്ള ശബ്ദം കേട്ട് പാലക്കാടിലേക്ക് വരുവാൻ ഇടയായി. ആമേൻ പാലക്കാട് വന്ന് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്ന ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. ആര് ഞങ്ങളെ സഹായിക്കും? ഇത്യാദി ചിന്ത ഞങ്ങളെ ഭരിച്ചു. എന്നാൽ കുറച്ചു കാലം ആമേൻ മറ്റൊരു സ്നേഹിതരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം അവസരമൊരുക്കി. എന്നാൽ അധികം നാള് അത് തുടരുവാൻ ദൈവം അനുവദിച്ചില്ല. ആമേൻ. അങ്ങനെ ഞങ്ങൾ ഇന്നായിരിക്കുന്ന ഈ വാടക വീട്ടിൽ താമസിക്കുവാൻ തുടങ്ങി. ആമേൻ. അന്ന് മുതൽ ഇന്ന് വരെ
കാമകാലത്തും ക്ഷേമത്തോടെ ആമേൻ പുലർത്തുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ആ കരത്തിലെ നന്മ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഓർപ്പിച്ചല്ലോ, എന്താ കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. വൈകുന്നേരത്തെ സ്നാക്സ് എന്തായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് മൃഷ്ടാന ഭോജനം കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം ആമേൻ ആമേൻ അത് തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഈ സാക്ഷ്യം പറയുമെന്ന് ചോദിച്ചാൽ, ആമേൻ, ഈ ലോക്ക്ഡൌൺ കാലത്ത് ആമേൻ ആര് സഹായിക്കും, ആര് തരും, ആമേൻ ആരോട് ചോദിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മുഴങ്കാൽ മടക്കി ആമേൻ സ്വർഗീയ അപ്പനോട് അറിയിച്ചപ്പോ ഹല്ലേലൂയ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ഈ ദൈവവചന ശുശ്രൂഷയുടെ ഇടയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ദൈവം എത്ര വലിയവനാണ്. എന്നാൽ ഇതിനു വേണ്ടി ദൈവം അതത് സമയത്ത് ഉപയോഗിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്തോറും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഞാൻ ഇന്ന് കടന്നുപോയ ആ വീട്ടിൽ പലപ്പോഴായി കടന്നുപോയി ആമേൻ പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവിടെ പോയി പ്രാർത്ഥിക്കും, ദൈവവചനം പറഞ്ഞു കൊടുക്കും. ആമേൻ. അവർ അതുപോലെ വിശ്വസിക്കും. അങ്ങനെ ആയിരിക്കുന്ന ആ ഭവനത്തിൽ ആമേൻ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആമേൻ ഒരു ആമേൻ ഷെഡ് പണിയുവാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആമേൻ ഞങ്ങൾക്ക് കാർ ഇടാണ്. അപ്പോ ഒരു കാറുണ്ട്, ഇനി ഒരു കാറും കൂടെ എന്ത് ചെയ്യാൻ പോവാ. അപ്പോ മകനും അച്ഛനും ആമേൻ രണ്ടുപേർക്കും വാഹനം ആവശ്യമാണ്. അപ്പോൾ ഒരു കാറും കൂടെ എന്ത് ചെയ്യാൻ പോകും. അപ്പൊ പറഞ്ഞു, ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, ഞങ്ങളത് അനുസരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ദിവസവും നന്മയല്ലാതെ ഒരു തിന്മയും എന്ത് ചെയ്യുന്നില്ല. ഈ ലൈവിലൂടെ ഓരോ ദിവസവും ഈ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രോതാവേ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശുവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ശ്രോതാവേ, നീ കൊണ്ടിരിക്കുന്ന വചനം നിന്നെ അതേ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് അതേ നയിക്കുന്നതാണ്. അതുകൊണ്ട് വായിച്ച ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ആമേൻ. ഞങ്ങളെ ക്ഷേമത്തോടെ പോറ്റി പുലർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തം ചെയ്യുവാൻ കഴിയുന്നവർ. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ കുറിച്ച് പറയുവാൻ നാവുകൾ പോരാ. ആമേൻ. ഇന്ന് പകൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോടുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഹല്ലേലൂയ വിസ്താര ഭയത്താൽ ആരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. ആമേൻ. അതെ, ഞങ്ങളെ ഓരോ ദിവസവും പോറ്റി പുലർത്തുവാൻ ദൈവം ഏലിയാവിന് വേണ്ടി കാക്കയെ ഉപയോഗിച്ചതുപോലെ, ആ സാരഫാത്തിലെ വിധവയെ ആമേൻ ഉപയോഗിച്ചതുപോലെ ആമേൻ അനേക വ്യക്തികളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുകയാണ്. അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ധാരാളമായി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന് വേണ്ടി കൊടുത്തവരെ ആര് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല, മറന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രം ചെയ്യുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22 ആമേൻ 23 24 വാക്യങ്ങളൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ആമേൻ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. വായിച്ചാൽ യാക്കോബ് 1-ന്റെ 22, 23, 24. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് അതിനെ ചെയ്യുന്നവരുമായിരിക്കും. ഇന്ന് രാത്രിയിലും കേട്ടുകൊണ്ടിരിക്കാതെ കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുക, കേൾക്കുന്ന വചനപ്രകാരം പ്രവർത്തിക്കുക, കേൾക്കുന്ന വചനപ്രകാരം അനുസരിക്കുവാൻ നീ തയ്യാറെങ്കിൽ ഹല്ലേലൂയ നീ ലജ്ജിക്കപ്പെടുവാൻ, നീ അസ്വസ്ഥതപ്പെടുവാൻ, നീ നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ വചനം കേൾക്കുന്നവരെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു.
ആമേൻ. ബൈബിളിലെ പഠിപ്പിക്കലുകൾ അനുസരിച്ച്, അതായത് പ്രവർത്തിക്കാതെ കേൾക്കുന്നത് എന്തല്ല, പ്രയോജനകരമല്ല. ആമേൻ. കേട്ടാൽ മാത്രമേ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യത്തുള്ളൂ, വർദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് കേൾക്കണം. ആമേൻ. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നാം കേൾക്കണം. പക്ഷേ കേട്ട് വിശ്വാസം വർദ്ധിച്ച മാത്രം പോരാ. ആമേൻ. വിശ്വാസം വർദ്ധിക്കുന്ന ഓരോ വ്യക്തികളും അതിൻ പ്രകാരം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ഇതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചില ഉപമകൾ തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. മത്തായി സുവിശേഷം 13-ാം അധ്യായം 19, 20, 22, 23 വാക്യങ്ങളിലൂടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കേൾക്കുന്ന വചനം, ഹല്ലേലൂയ, നീ ഗ്രഹിക്കാതെ, ഹല്ലേലൂയ, ആമേൻ, അത് ദുഷ്ടൻ വന്ന് എടുത്തു കളഞ്ഞ, ഹല്ലേലൂയ, അത് നിനക്ക് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ട് വർഷങ്ങളായി നീ വചനം കേട്ടിട്ട് അത് ഗ്രഹിക്കാഞ്ഞത് കൊണ്ട്, ആമേൻ, അതിൻ പ്രകാരം ജീവിക്കാഞ്ഞത് കൊണ്ട്, അതിൻ പ്രകാരം പ്രവർത്തിക്കാഞ്ഞത് കൊണ്ട് ഇന്ന് നീ നിരാശനായി കണ്ണുനീരിലും ദുഃഖത്തിലും കഴിയേണ്ടി വരുന്നു. പിശാച് നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. വചനം ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും പരാജയപ്പെട്ട ആദാമിനെ പരാജയപ്പെടുത്തിയ അതേ പാമ്പ് മരുഭൂമിയിൽ ഉപവാസം കഴിഞ്ഞ്, ആമേൻ, ആത്മനിറവോടായിരിക്കുന്ന യേശുവിനെ പരാജയപ്പെടുത്തുവാൻ വന്നപ്പോ പിശാച് പരാജയപ്പെട്ടു പോയത്. ഒന്നാമത്തെ ആദാമായ, ആമേൻ, ഏദനിൽ പിശാച് പരാജയപ്പെടുത്തി ആ കുടുംബം തകർന്നു പോയെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിനെ മരുഭൂമിയിൽ പരാജയപ്പെടുത്തുവാൻ നോക്കിയ പിശാചിനെ തകർത്തിട്ട് സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ യേശു കർത്താവ് നിമിത്തം ഇന്ന് രാത്രി പരാജയമല്ല ജയം പ്രാപിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലൈവിലെന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരു രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഹല്ലേലൂയ. പാദസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലാതിരിക്കുകയാണ് അവൻ ക്ഷണീകനത്രേ. ഹല്ലേലൂയ. അവൻ വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു, ഇടറിപ്പോകുന്നു. അവൻ ഇന്ന് രാത്രി അവൻ നിന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നുവെന്ന് അവൻ നീ ചിന്തിക്കുക. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നു. പ്രിയമുള്ളവരെ, നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നാളെ കുറിച്ചുള്ള ചിന്ത, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ ധനം, ആമേൻ, വഞ്ചന, ആമേൻ, നിന്റെ അകത്ത് ആമേൻ നരഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നലകളിൽ നീ കേട്ട, നീ വായിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തെ എന്ത് ചെയ്യും, ഞെരുക്കിക്കളയും. ഹല്ലേലൂയ. അത് ഫലമില്ലാതായി തീരും. ഹല്ലേലൂയ. എന്നാൽ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഇന്ന് രാത്രി അത് കേൾക്കാൻ പോകുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നീ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഇന്നലകളിൽ കണ്ണുനീരും ദുഃഖവും നിമിത്തം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട് അതേ രോഗക്കിടക്കയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി രോഗക്കിടക്കി മാറ്റി വിരിക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം അതേ വിശ്വസിക്കുന്നവരുടെ മേൽ അതേ നിന്റെ വേദനയെ നീക്കുവാൻ, നിന്റെ നിത്യാശയെ അവയെ ഭംഗം വരുത്തുന്ന സകല മേഖലകളെയും അതേ ഇല്ലാതാക്കിക്കൊണ്ട് നിനക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ, അതേ നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുവാൻ ഒരുവനെ കഴിയത്തുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും ആമേൻ പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ആമേൻ. അതേ മത്തായി സുവിശേഷം 23:3 ഹല്ലേലൂയ. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ.
അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. പലരും പറയുന്നുണ്ട്, അവര് പ്രവർത്തിക്കുന്നില്ല. അവൻ ഒരു പക്ഷേ നിന്റെ മുമ്പിൽ നിൽക്കുന്നവര് അത് പറയുന്നത് നീ കേൾക്കുന്നുണ്ടാകാം. പക്ഷെ അവരെ നോക്കിയ അവൻ നിനക്ക് ആ പറയുന്നത് പോലെ അവർ ചെയ്യുന്നത് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരെ പോലെ നിങ്ങൾ ആകരുത്. അവൻ നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ ആകട്ടെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകയാൽ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതെന്നാലും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി വചനം വായിക്കുന്നതിനും കേൾക്കുന്നതിനും മനപ്പാഠമാക്കുന്നതിനും യഹൂദന്മാർ വലിയവരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, നമ്മിൽ മിക്കവരെ പോലെ അവർ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ നീ കണ്ടുമുട്ടുന്നവർ വാതോരാതെ വചനങ്ങൾ മനപ്പാഠമാക്കി പറയുന്നവരായിരിക്കാം. എന്നാൽ അവരുടെ ജീവിതത്തെ ശ്രദ്ധിച്ചാൽ ഈ ആമേൻ ലോകത്തിൽ അവൻ വെട്ടിപ്പിടിച്ച് കർത്താവ് വരുമെന്ന് പോലുമുള്ള ചിന്തയില്ല. കാരണം ഇത് പ്രസംഗിക്കുന്നവരുടെ മക്കൾ ലണ്ടനിലാണ്, ഇത് പഠിപ്പിക്കുന്ന ഇത് പ്രസംഗിക്കുന്നവരുടെ മക്കൾ ആമേൻ വിദേശ രാജ്യങ്ങളിലാണ്. എന്തിനാ അവർ പഠിക്കുക? എന്തിനാ പഠിക്കുന്നേ? ധനം സമ്പാദിക്കാൻ. ഹല്ലേലൂയ. അതേ, കർത്താവ് വരത്തില്ലെന്ന് ഇവിടെ മണിസൗധങ്ങൾ കെട്ടിപ്പൊക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. കർത്താവ് ഇതാ വാതിക്കലെത്തിയിരിക്കുന്നു. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ആമേൻ. കർത്താവിന്റെ വേലയുടെ മുഖത്ത് കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവജനമേ, ആയിരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ഇടിവിൽ നിന്ന്, ആ സോദോമിൽ നിന്ന് ആമേൻ സഹോദര പുത്രനായ ലോത്ത് വിടുവിക്കപ്പെടേണ്ടതിന് അതേ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ പ്രാർത്ഥന നിമിത്തം ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ, ചില പട്ടണങ്ങൾ അതേ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. അതേ, സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അതെന്ത് ചെയ്തിട്ടില്ല? പ്രമാണിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതേ 53-ാം വാക്യത്തിൽ ആമേൻ സഭാചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകൻ ആയിത്തീരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അതെന്ത് ചെയ്തിട്ടില്ല? പ്രമാണിച്ചിട്ടില്ല. ഹല്ലേലൂയ. നീയോ യഹൂദനെന്ന് പേർ കൊണ്ടു ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ പ്രശംസിച്ചു, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുക, അവന്റെ ഇഷ്ടം അറിഞ്ഞു, ഭേദാഭേദങ്ങൾ വിവേചിച്ചു, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, സ്നാനപ്പെട്ട ദൈവപൈതലേ, ദൈവകൃപയിൽ ശരണപ്പെടുന്ന ദൈവപൈതലേ, നീ നിമിത്തം നിന്റെ ദേശത്ത്, നിന്റെ രാജ്യത്ത് ദൈവനാമം ദുഷിക്കപ്പെടുന്ന വിധത്തിലാണോ നിന്റെ ജീവിതമായിരിക്കുന്നത്? വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരായി, അത് ചെയ്യുന്നവരായി തീരുവീൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്താ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്താ? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? ഹല്ലേലൂയ. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ഹല്ലേലൂയ. സ്വയം ഒന്ന് ശോധന ചെയ്യാം. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് എന്ത് ചെയ്യുന്നു? വഴികാട്ടുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു തന്റെ ഉപദേശത്തെ ആമേൻ അതെ അനുസരിക്കുന്നതിനു വേണ്ടി തന്റെ ശിഷ്യന്മാർക്ക് ആമേൻ അത് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്.
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇന്ന് രാത്രി സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയോ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയോ, നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. കർത്താവ് ഇതാ മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായി. വചനം കേട്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ അതേ പ്രവർത്തിക്കുന്നവരായും ചെയ്യും. ആമേൻ. ഞാൻ ഓർപ്പിച്ചല്ലോ, കർത്താവിന്റെ വേലയുടെ മുഖത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അത് ഗ്രഹിച്ച് ജീവിക്കുന്നവരുണ്ട്. ആമേൻ. അത് ഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി മൃഷ്ടാന ഭോജനം ഞങ്ങൾക്ക് ലഭിക്കാനിടയായി തീർന്നത്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. കർത്താവിന്റെ വേലയെ മാനിച്ച്, കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് ചെയ്യുന്നവരെ കർത്താവ് മാനിക്കും. കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആമേൻ സത്യസന്ധതയോടെ അത് ആയിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ആമേൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അത് സാരഫാത്തിലെ വിധവ മരിക്കാറായിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തെ നേടുവാൻ, ആ കർത്താവുമായിട്ടുള്ള ശരിയായ ആ ബന്ധത്തിലേക്ക് നയിക്കുവാൻ അത് ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചതുപോലെ ഇന്ന് ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷക്തന്മാരെ നിനക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ ദൈവം വിശ്വസ്തരാണ്. ആമേൻ. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഈ വചനമെല്ലാം അറിയാമെങ്കിലും ആമേൻ, ഈ വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല, അതിൻ പ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാകണം. ഹല്ലേലൂയ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ഹല്ലേലൂയ ആമേൻ, അന്ന് ഞാൻ ഒരു നാളും നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ഹല്ലേലൂയ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കേട്ട് ജീവിക്കുന്നവര് ബുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാണ്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും ആമേൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കാതെ, കർത്താവിന്റെ വചനവുമായിട്ട് വരുന്നവരുടെ വാക്ക് കേട്ട് ഹല്ലേലൂയ അത് അങ്ങനെ തന്നെയാണോ എന്ന് അത് തിരിച്ചറിയാതെ, ശോധന ചെയ്യാതെ ജീവിക്കുന്ന അനേകര് ഇന്ന് വീണുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന വാരിക്കോരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കുടുംബമാണ്. പക്ഷേ പ്രതികൂലത്തിനകത്ത് തകർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അവൻ ഗ്രഹിക്കുവാൻ തയ്യാറാകുക. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന് പ്രാധാന്യം. ഏറ്റവും വലിയ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ആമേൻ ഞാൻ ചെയ്യണമെന്ന് ആമേൻ ദൈവവചനം പറയുന്നത്
ആമേൻ, ചെയ്യാത്തതിനാൽ ഹല്ലേലൂയ ആമേൻ അതെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന അനേകർ എന്നേക്കുമായി നിത്യ അഗ്നിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം എത്ര പേർക്ക് മനസ്സിലായി? രക്ഷിക്കപ്പെടുവാൻ തങ്ങൾ ചെയ്യണമെന്ന് ദൈവവചനം പറയുന്നതൊന്നും ചെയ്യാത്തതിനാൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന അനേകർ എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആമേൻ എന്തും ചെയ്യാത്തതിനാൽ ഇനിയും ആമേൻ പലർക്കും ലഭിച്ച പ്രതിഫലം ഹല്ലേലൂയ അതെ നഷ്ടപ്പെടും. ഹല്ലേലൂയ അതെ വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അത് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ അതെ ദൈവവചനം ആമേൻ ആവശ്യപ്പെട്ടതൊന്നും ചെയ്യാത്തതിനാൽ ഹല്ലേലൂയ ആ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാപിക്കുവാൻ കഴിയുന്നില്ല, അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ സമാധാനം ഉണ്ടാക്കുന്നവർ ഹല്ലേലൂയ ദൈവമക്കളാകുന്നത് എന്ന പ്രാരംഭ തിരുവെഴുത്ത് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു സമാധാന പ്രവർത്തകനാണോ? നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, തിരുമേശ എടുക്കുന്നതാണ്. ചായക്ക് പഞ്ചസാരയില്ലെങ്കിൽ, കറിക്ക് ഉപ്പില്ലെങ്കിൽ, ഒരു നേരത്തെ ആഹാരം കുറഞ്ഞു പോയാൽ, ജീവിതത്തില് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ അതിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണോ? രക്ഷിക്കപ്പെട്ടതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, ദൈവകൃപയിൽ ആയതല്ലേ, നിസാര കാര്യത്തിന് ഒച്ചപ്പാടും ബഹളവും കൊലപാതകങ്ങൾ നടത്തുന്നത് വരെ ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ ആമേൻ. പ്രിയരെ, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. സമാധാനം ഉണ്ടാക്കുന്നവരാരാ? വീണ്ടും ജനിച്ച ദൈവമക്കളാ. ഹല്ലേലൂയ. ആദ്യം ആമേൻ ദൈവവും ഹല്ലേലൂയ അതെ പാപിയും തമ്മിൽ ഒരു സമാധാനം എന്ത് ചെയ്യാം? പ്രാപിക്കുകയാണ്. പാപിയായ എന്നെ ആ സമാധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനെ സ്വീകരിക്കുന്ന ഒരു പാപിക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കാത്ത സമാധാനം പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കാണ് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവൻ ആയിരിക്കുന്ന വീട്ടിൽ, അവനായിരിക്കുന്ന നാട്ടിൽ, അവനായിരിക്കുന്ന ഗ്രാമത്തിൽ അവനിലൂടെ എന്ത് പ്രകടമാകണം? സമാധാനം പ്രകടമാകണം. ഹല്ലേലൂയ. സമാധാനം അവനിൽ നിന്ന് ഒഴുകണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമാധാനത്തിന്റെ പ്രഭു, അത്ഭുത മന്ത്രി, യുദ്ധവീരനാം ദൈവം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഒരു പാപിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ പാപിയല്ല, അവൻ സമാധാനപുത്രനാണ്. ഹല്ലേലൂയ. അവൻ സമാധാനത്തോടെ ജീവിക്കുവാൻ കൃപ പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പാപം എന്നത് അല്ലെങ്കിൽ പാപി എന്നത് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അതിനാൽ അവൻ പാപത്തിന്റെ സ്വഭാവം എപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേട്ട് മറന്നു പോകാതെ കേട്ട വചനം അത് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളതാണ്, അത് അനുസരിക്കാനുള്ളതാണ്, അതിൻ പ്രകാരം ജീവിക്കാനുള്ളതാണ്. പാപി എന്നത് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ നീ സമയം ചെലവഴിച്ച ഏറിയ നേരം അവന്റെ കൂടെ നടന്നാൽ നീ അവന് ഒരാളായി മാറ്റപ്പെടും. ഹല്ലേലൂയ. അതിന് ഉത്തമ ഉദാഹരണം
പരിശുദ്ധനായ ദൈവം തന്നെ മക്കൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് അണിയിച്ചു നിർത്തിയ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായ തുണയെ കൊടുത്തു. ഇരുവരും ഒരുമിച്ച് ജീവിച്ചു വരവേ പാപിയായ ദുഷ്ടനായ പിശാച് ഔവ്വയുടെ വന്നു. ഔവ്വയും ആ പാപിയായ ദുഷ്ട പിശാചുമായി സമയം ചെലവഴിച്ചത് കൊണ്ട് തകർന്നുപോയി. ഹല്ലേലൂയ. പാപി എന്നത് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയാണ്. അതിനാൽ അവയിൽ പാപത്തിന്റെ ആദിമ സ്വഭാവമുണ്ട്. അതിനാൽ അവർക്ക് ദൈവവുമായി ഒരു കൂട്ടായ്മയില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, ആമേൻ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് ആമേൻ, അവൻ ഭാഗ്യവാന. അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരവാടാത്ത തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ അത് ആക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ പാപിയുടെ കൂടെ, ദുഷ്ടന്റെ കൂടെ, പരിഹാസിയുടെ കൂടെ സമയം ചെലവഴിച്ചാൽ നീ തകർന്നു പോകും. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നിനക്ക് കേൾക്കാനോ പറ്റത്തുള്ളൂ, അത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും നീ കേട്ടത് പ്രാപിക്കുവാൻ കഴിയാത്തത് ആരുടെ കുഴപ്പമാ? നീ കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടല്ലേ? ഇന്ന് രാത്രി പാപത്തോട് വിട പറഞ്ഞ് പാപിയെ സ്നേഹിക്കുന്ന യേശുവിനോട് കൂടെ നിന്ന് അവൻ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, സുവിശേഷം അതേ പ്രസംഗിക്കുകയും പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് യേശു ക്രിസ്തുവിനെ കർത്താവും ആമേൻ വ്യക്തിഗത രക്ഷകനുമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ആമേൻ ഒരു വ്യക്തിക്കാണ് യഥാർത്ഥമായ സമാധാനം ലഭിക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് യഥാർത്ഥമായ ഒരു സുവിശേഷകനായി ആമേൻ ഒരു ആമേൻ പ്രവർത്തകനായി ലോകത്തിന്റെ അറ്റത്തോളം സഞ്ചരിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, നാം വായിച്ച കുറിവാക്യം 5:9 ആമേൻ മഹത്തായ ഒരു പദമായി ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദം സമാധാനമാണ്. ഹല്ലേലൂയ. ഏകദേശം ആമേൻ 250 തവണ ഹല്ലേലൂയ ആമേൻ ഇത് നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ വാക്ക് പുതിയ നിയമത്തിൽ ആമേൻ അതെ 90 പ്രാവശ്യം ആമേൻ അതെ യോഹന്നാന്റെ പുസ്തകം ഒഴികെയുള്ള എല്ലാ പുസ്തകങ്ങളിലും ആവർത്തിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ യോഹന്നാന്റെ ആമേൻ പുസ്തകത്തിൽ ഹല്ലേലൂയ ആമേൻ നമുക്ക് ഏതാണ്ട് 250 തവണ ഹല്ലേലൂയ ഈ പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ അസമാധാനമാണ്, ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ അസമാധാനമാണ്, ആമേൻ അതെ നാളെ കുറിച്ച് ഓർക്കുമ്പോൾ അസമാധാനമാണ്, അല്ല നിന്റെ ശരീരത്തെ കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ അസമാധാനമാണ്, ആമേൻ നിന്റെ സമസ്ത മേഖലകളെ കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ അസമാധാനമാണ്. ഇന്ന് രാത്രി നീ ഉയരത്തിലുള്ളത് ചിന്തിക്ക്. സമാധാനത്തോട് കിടന്നുറങ്ങുവാൻ ശക്തീകരിക്കുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തിയുള്ളവരാണ്. ഹല്ലേലൂയ. സത്യത്തിന്റെയോ നീതിയുടെയോ ആമേൻ വില കൊണ്ട് ഹല്ലേലൂയ സമാധാനത്തിനായി ഹല്ലേലൂയ ശ്രമിക്കുക ഹല്ലേലൂയ എന്ന് അല്ല ഇതിനർത്ഥം. ഞാൻ പറഞ്ഞ കാര്യം എത്ര പേർക്ക് മനസ്സിലായി? സത്യത്തിന്റെയോ നീതിയുടെയോ വില കൊണ്ട് സമാധാനത്തിനായി ശ്രമിക്കുക എന്നല്ല ഇതിനർത്ഥം. ഹല്ലേലൂയ. സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുള്ള ലോകത്താ ഞാൻ നിങ്ങളുമായിരിക്കുന്നു. സത്യസന്ധമായി ആമേൻ ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ഈ ലോകം നൽകാത്ത സമാധാന പ്രഭുവാകുന്ന ക്രിസ്തു ഇറങ്ങി വന്ന് ആമേൻ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആമേൻ ആ ദൈവിക സമാധാനം നൽകുന്നുണ്ട്. എന്നാൽ അന്നും ഇന്നും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്നവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഹല്ലേലൂയ. അന്നും ഇന്നും ഇതുപോലെ ചികിത്സിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് യഥാർത്ഥമായ സമാധാനം, യഥാർത്ഥമായ സന്തോഷം, യഥാർത്ഥമായ സൗഖ്യം ആമേൻ ജനത്തിന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥമായ സമാധാനം
അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ആമേൻ നീതി വെളിപ്പെടണം. നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആമേൻ ആ സമാധാനം അത് വെളിപ്പെടുന്നത്. ആ നീതിയിലൂടെ മാത്രമേ സമാധാനം യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടന്മാർക്ക് എന്ത് ചെയ്യത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. കാരണം അവർ അനീതിയുടെ പാതയിലാണ് നടക്കുന്നത്. ആമേൻ അവർ അനീതി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയില്ല, അവർക്ക് സമാധാനമില്ല. എന്നാൽ സ്വസ്ഥതയോടെ കടന്നിറങ്ങുവാൻ കഴിയുന്നത് ആർക്കാണ്? നീതിയോടെ ജീവിക്കുന്നവരാർക്കാണ്. അവൻ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ദൈവമൈതലിന് മാത്രമേ യഥാർത്ഥമായ സമാധാനം എന്ത് ചെയ്യത്തുള്ളൂ, അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവവും വിശുദ്ധതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, ചുംബിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും ഹല്ലേലൂയ നിർഭയമായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വ്യക്തികൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, വഴക്കുകൾ, ഹല്ലേലൂയ. ഇതിന്റെ കാരണം എന്താ? നിന്റെ വീട്ടിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുക, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുക. ആമേൻ. നാം പറയുന്ന പോരാട്ടമാണ്. കുടുംബങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ, പോരാട്ടം, വഴക്ക്. എന്താണ് ഇതിന്റെ കാരണം? പാപം. ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വിളവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന സഭയ്ക്കകത്ത് വെളിപ്പെട്ട കാര്യങ്ങളെ ആത്മാവിൽ ഗ്രഹിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ലേഖനം എഴുതി ഓർപ്പിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും, നിങ്ങൾ സ്നാനപ്പെട്ടവരാണെങ്കിലും, നിങ്ങൾ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണെങ്കിലും ആ ക്രിസ്തുവിലുള്ള സമാധാനം നിങ്ങളിൽ വെളിപ്പെടാതിരിക്കുന്നതാ. നിങ്ങളുടെ കുടുംബത്തിൽ ആ ദൈവിക വാഗ്ദത്തം നിറവേറാതിരിക്കുന്നത്, നിങ്ങളിലൂടെ ദൈവനാമം ദുഷ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജഡത്തിന്റെ പ്രവൃത്തികളിൽ വെളിപ്പെടുന്ന പാപനിമിത്തമത്രേ ഈ വഴക്ക്, ഈ പോരാട്ടം. ഹല്ലേലൂയ. ഈർഷ്യയും ശാഠ്യമുള്ളെടുത്ത കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. പ്രിയ ശ്രോതാവേ, കൂടപ്പറപ്പേ, സഹോദര സഹോദരി, കുഞ്ഞേ, നിന്റെ വീട്ടിൽ ഈർഷ്യയുണ്ടോ? ശാഠ്യമുണ്ടോ? ഇത് ഉള്ളിടത്തോളം കലക്കമുണ്ടാകും, സകല ദുഷ്പ്രവൃത്തിയും ഉണ്ടാകും. നിങ്ങളിൽ ശണ്ഠയും കലകവും എവിടെ നിന്നാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? ഇന്ന് രാത്രി ദൈവ പൈതലേ, എന്താ സമാധാനമില്ലാത്തത്? എന്താ സ്വസ്ഥതയില്ലാത്തത്? നീ രക്ഷിക്കപ്പെടാതിട്ടാണോ? നീ സ്നാനപ്പെടാതിട്ടാണോ? നീ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാതിട്ടാണോ? നീ പ്രസംഗിക്കാതിട്ടോ? നീ പാടാഞ്ഞിട്ടോ? നീ ഉപവസിക്കാതിട്ടോ? വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ പ്രവർത്തിക്കുന്നവരായി, അതിനെ അനുസരിക്കുന്നവരായി, ആമേൻ, എങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് അറിയപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. ശരിയാ. ആ അധികാരത്തിൽ നീ ദൈവ പൈതലായെങ്കിൽ നീ സമാധാനം ഉണ്ടാക്കുന്നവനാകണം. ഹല്ലേലൂയ. അവനാ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ട്
യാചിക്കൊണ്ട് കിട്ടുന്നില്ല. ഹല്ലേലൂയ. എന്താണ് ഈ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സമാധാനം അനുഭവിക്കാൻ കഴിയാത്തത്? ആ പാപ സ്വഭാവത്തിന്റെ അടിമത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ, മനുഷ്യരെ മോചിപ്പിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തും ആ പാപ സ്വഭാവത്തിൽ നിന്ന് ഒന്ന് പിന്തിരിക്കുവാൻ, ആ തെറ്റായ സ്വഭാവത്തിൽ നിന്ന്, ആ ദുഷ്ടക്കൂട്ടിനകത്ത് നിന്ന്, ആ ദുഷ്ടന്റെ കൂടെ, ആ പാപിയുടെ കൂടെ, ആ പരിഹാസിയുടെ കൂടെ സമയം ചെലവഴിക്കാതെ അതിൽ നിന്ന് പിന്തിരിയുവാൻ ദൈവത്തിന്റെ സത്യവചനം അവൻ കേൾക്കാനും അവൻ അനുസരിക്കുവാനും ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കേണ്ടതിന് സോദോമിലായിരിക്കുന്ന ലോത്തിനു വേണ്ടി അബ്രഹാം അതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായതുപോലെ ഇന്ന് രാത്രി അവൻ പാപത്തിൽ അമർന്ന നിത്യനാശത്തിലേക്ക് വഴുതി വീഴുവാൻ സാധ്യതയുള്ള തലമുറകൾ അവൻ കൂടപ്പറപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ഓർത്ത് ആ വലിയ വിപത്തിൽ നിന്ന്, ആ വലിയ അനർത്ഥത്തിൽ നിന്ന് അവൻ നിന്റെ നിന്നെ ഓർത്ത് ദൈവം അവനെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. ദൈവവുമായി എങ്ങനെ ആമേൻ നടക്കാമെന്ന്, ഹല്ലേലൂയ, എങ്ങനെ ദൈവവുമായി അഭേദ്യ ബന്ധം സ്ഥാപിക്കാമെന്ന്, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെ അവർ വിശ്വസിക്കുവാനിടയാകേണ്ടതിന് ആമേൻ നിന്റെ മക്കളോട്, നിന്റെ വീട്ടിലുള്ളവരോട് ഈ വചനം അതെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ നീ വായിക്കാനും നീ പ്രബോധിപ്പിക്കുവാനും തക്കവണ്ണം ഇടയായി തീരണം. ദൈവവുമായുള്ള സമാധാനവും ഹൃദയത്തിൽ ദൈവത്തിന്റെ ആ സമാധാനവും, ഹല്ലേലൂയ, ആമേൻ, അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ, ഹല്ലേലൂയ, ആ ക്രിസ്തുവിലുള്ള ആ വലിയ ആ സമാധാനം എങ്ങനെ പ്രാപിച്ചെടുക്കാമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിനൊക്കെയും ദൈവത്തിന്റെ കാരണഭൂതം. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവിക സമാധാനം നമ്മളിലേക്ക് എത്തപ്പെടുവാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ദൈവം തന്നെയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒരു നേതാവുമല്ല, ഒരു മനുഷ്യനുമല്ല, ആമേൻ, അതെ ഈ സമാധാനം നമ്മളിലേക്ക് എത്തിക്കുവാൻ കാരണമായത്. ഹല്ലേലൂയ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമാധാനം ഉണ്ടാക്കുന്നവരായി ഞങ്ങൾ മാറ്റപ്പെടണം. എങ്ങനെയാണ് സമാധാനമില്ലാത്തടുത്ത് സമാധാനം ഉണ്ടാകുന്നത്? പ്രശ്നത്തിൽ ആയിരിക്കുന്ന ഭവനത്തിൽ ഈ വചനം എത്തിക്കുവാൻ താങ്കൾ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിരാശരായിരിക്കുന്ന വ്യക്തിയോട് ഈ വചനം പങ്കിടുവാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേ സോദോമിൽ ആമേൻ അതേ നിത്യത നഷ്ടപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിത്യനാശത്തിലേക്ക് വഴുതി വീഴും. ആമേൻ. അങ്ങനെയുള്ള സാധ്യതയുള്ള ആ പട്ടണത്തിൽ താമസിക്കുന്ന ആമേൻ സഹോദര പുത്രനായ ലോത്തിനു വേണ്ടി ആമേൻ നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുന്നത് പോലെ ഇന്ന് രാത്രി ലോകം മുഴുവൻ സുവിശേഷത്തിന്റെ വക്താക്കളായി അന്ധകാരത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാഷ്ട്രീയ പുരോഹിത വർഗം വിശുദ്ധ വംശവും സ്വന്തം ജനവും ആക്കി തീർത്ത നമ്മുടെ കർത്താവിന്റെ ആമേൻ നാമത്തെ ഘോഷിക്കുവാൻ കഴിയാതെ നിന്നെ ഒരു മൂലയിൽ ഒരു സർക്കിളിനകത്ത് ഒതുക്കിയിരുത്തിയിരിക്കുന്ന ആ പ്രവൃത്തി അകത്ത് നിന്ന് ആമേൻ അതെ ആ പൈശാചിക മണ്ഡലത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി നിന്നെ പുറത്തേക്ക് എടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകും.
പാപമറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പാപമാക്കി. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അതേ പാപമില്ലാത്തവരായി സമാധാനത്തോടെ ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പാപമാക്കി. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നീക്കി വേർപാടിന്റെ നടിച്ചുവൻ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്. ഹല്ലേലൂയ. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും, ഹല്ലേലൂയ, ക്രൂശിൽ മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഹല്ലേലൂയ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഹല്ലേലൂയ. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകയാത്മാവിൽ പിതാവെങ്കിൽ നിന്ന് പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ വചനം കേട്ട് നമ്മളെ ചതിക്കുന്നവരാകാതെ അത് ചെയ്യുന്നവരായി മാറുന്നുവെങ്കിൽ ഈ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടുത്തെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവ് ഓരോ ദിവസവും നമ്മെ അത്ഭുതകരമായി അത് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. യഥാർത്ഥ പ്രശ്നം പാപമാണെന്നും യഥാർത്ഥ പ്രതിവിധി ക്രിസ്തുവിന്റെ സുവിശേഷമാണെന്നും, ഹല്ലേലൂയ, അതേ മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആ ദൈവിക സമാധാനം നമ്മളിൽ അനുഭവിക്കുവാൻ കഴിയുള്ളൂ. എല്ലാ പ്രശ്നത്തിന്റെയും പുറകിൽ, എല്ലാ പ്രശ്നത്തിന്റെയും മൂല കാരണം എന്താ? പാപമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ സമാധാനം അത് നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അത് ക്ഷമിക്കപ്പെടാത്ത പാപം ശിക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഇതുവഴി വന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാതെ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാൻ, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ. അല്ലായ നിങ്ങളിൽ പലരും അതേ ബലഹീനരാകും, പലരും രോഗികളാകും, പലരും നിദ്ര കൊള്ളേണ്ടി വരും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ കാണുന്നു, ഈ വചനത്തിൽ നിന്ന് ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ശാപങ്ങളെല്ലാം നിന്റെ മേൽ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിന് ശക്തിപ്പെടുവി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവി. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദിവസത്തിൽ എതിർപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചു സമാധാനത്തിനായുള്ള സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. രക്ഷ എന്ന ശിരസ്ത്രാസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളി. വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരു നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ഹല്ലേലൂയ. നോക്കുക, വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ പ്രവർത്തിക്കുന്നവരായി. ഹല്ലേലൂയ. നിങ്ങൾ ചതിക്കുന്നവരാകാതിരിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് ആമേൻ അത് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് അത് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലേക്ക് പറയുക, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഹല്ലേലൂയ. ആമേൻ. സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. സമാധാനത്തോടെ വളരുവാൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? കഴിയുമെങ്കിൽ നിങ്ങളിലാവോളം സകല മനുഷ്യരോട് എന്ത് ചെയ്യണം? സമാധാനമായി.
ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം വർദ്ധനിക്കുമുള്ളതിനെ എന്ത് ചെയ്യുക? ചിന്തിക്കുക, അതിനെ ശ്രമിക്കുക. ഹല്ലേലൂയ. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാണ് വിളിച്ചിരിക്കുന്നത്. ആ വിളി കണ്ട് ഇറങ്ങി തിരിച്ച നിന്റെ സ്വസ്ഥത അത് നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ഭവനമുണ്ടെങ്കിലും അതെ കട്ടിലുണ്ടെങ്കിലും ആമേൻ പായുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. രാത്രിയായാൽ ഒന്ന് നേരം വെളുത്താൽ മതി, നേരം വെളുത്താൽ ഒന്ന് രാത്രിയായാൽ മതി. ആമേൻ. ആഹാരത്തിനുള്ള വകയുണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യ. ഷുഗറാ, പ്രഷറാ, കൊളസ്ട്രോളാ. ലോക ജനതയ്ക്ക് വരുന്നതല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലായിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ എവിടെയോ പാപത്തിന്റെ അല്പം ബാക്കി നിൽപ്പുണ്ട്. ഇന്ന് രാത്രി നീ അനുദപിക്കാൻ തയ്യാറാകും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകും. ജഡത്തിൻ്റെതാകുന്ന പ്രവൃത്തികൾ അത് നിന്നിൽ ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിന്നിൽ നിന്നും പൂർണ്ണമായി നീങ്ങിയിട്ടില്ലെങ്കിൽ, നീ വചനം വായിക്കുക, നീ വചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ്. എല്ലാവരോടും സമാധാനം ആനയിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നീ എത്ര ഉപവസിച്ചാലും, നീ എത്ര പ്രാർത്ഥിച്ചാലും, നീ എത്ര കർത്താവിന് വേണ്ടി കൊടുത്താലും, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയുകയില്ല. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടു ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. നീ അന്വേഷിക്കുന്നത് എന്താണ്? നീ അന്വേഷിക്കുന്നത് ജോലിയാണ്, നീ അന്വേഷിക്കുന്നത് ധനമാണ്, നീ അന്വേഷിക്കുന്നത് സ്ഥാനമാണ്, നീ അന്വേഷിക്കുന്നത് പദവിയാണ്. എന്നാൽ ഇന്ന് രാത്രി അപ്പോസ്തലനായിരിക്കുന്ന അതേ പത്രോസ്ലീഹ പറയുകയാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും സകലവിധ ദോഷവും നാവിലൂടെ വരുന്നത്. നീ നിന്റെ സഹോദരനെതിരെ, നീ നിന്റെ കൂടപ്പിറപ്പിനെതിരെ, നീ നിന്റെ അയൽപക്കക്കാർക്കെതിരെ നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് ദോഷമാകി, അത് വ്യാജം പറയാതെ അതരത്തെ അടക്കിക്കൊള്ളട്ടെ. രാവിലെ എഴുന്നേറ്റ് കണ്ടുമുട്ടുന്ന നിന്റെ കൂടപ്പിറപ്പിനോട്, നിന്റെ അയൽപക്കക്കാരോട്, അല്ല നിന്റെ ചെയ്യുന്നവരോട് വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. നീ എന്താണ് അന്വേഷിക്കേണ്ടത്? ആദ്യം രാജ്യവും നീതിയും, നീതിയും രാജ്യവും, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കാൻ തക്കവണ്ണമിടയായി. സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവമക്കളെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം സമാധാനത്തിന്റെ ദൈവമായതുകൊണ്ട്. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നിത്യനിയമത്തിന്റെ രക്തത്താ ആടുകളുടെ ഇടയനായ നമ്മുടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സമാധാനം അനുഭവിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വചനം കേട്ട് നിങ്ങളെ തന്നെ ചലിക്കുന്നവരാകാതെ അത് ചെയ്യുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയോസ് അതെ ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. സമാധാനം നൽകുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്ന് അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. നോക്കിക്കേ, ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ആ പ്രസംഗ നിമിത്തം അശുദ്ധാത്മാക്കൾ
ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ട് അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ പട്ടണത്തിൽ നിരാശയിലും കണ്ണുനീരിലും ദുഃഖത്തിലും ദുരിതത്തിലുമായിരുന്നു. എന്നാൽ ആ പട്ടണത്തിൽ സന്തോഷമുണ്ടാകുവാൻ, വളരെ സന്തോഷമുണ്ടാകുവാൻ അതെ ഫിലിപ്പോസ് നിമിത്തമായി മാറി. ഇന്ന് രാത്രി സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ, പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നിന്നെയും അങ്ങനെ ആമേൻ ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിൽ, അതേ ഭവനത്തിൽ നീ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലെ നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം ഹല്ലേലൂയ ആത്മാവിനെ നേടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവാണ്. ഹല്ലേലൂയ. നാം എവിടെ കണ്ടാൽ ആമേൻ ദൈവഹിതം, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. ഏത് പട്ടണത്തിൽ ചെന്നാൽ, ഏത് ഭവനത്തിൽ ചെന്നാൽ, ആമേൻ, ഏത് സ്റ്റേറ്റിൽ ചെന്നാൽ, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിൽ ചെന്നാലും അവിടെ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. സമൂഹത്തിലെ രോഗികളെ, ദരിദ്രരെ, ദുർബലന്മാരായ ആളുകളെ പരിപാലിക്കുന്നതിൽ അവിടുത്തെ നന്മ, ആമേൻ, അതെ, അവിടെ സമാധാനം, അവിടെ സന്തോഷം എന്നിലൂടെ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടത്രേ ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. അവന്റെ വിളി കേട്ട ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പി, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പി, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പി, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പി. ഹല്ലേലൂയ. നിങ്ങളുടെ ആമേൻ അതേ സമ്പർക്ക മേഖലയിലെ ഹല്ലേലൂയ ആളുകളുടെ ജീവിതത്തിൽ അവിടുത്തെ ഹിതം നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ഹല്ലേലൂയ അവർക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകും. അത്യുന്നതനായ ദൈവത്തിന്റെ ആ മഹത്വത്തിലേക്ക് അതേ കൈപിടിച്ച് ഉയർത്തുവാൻ, നടത്തുവാൻ തക്കവണ്ണം ഇടയാറ്റി. അതേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ലാസറിന്റെ ഭവനത്തിലേക്ക് മാർത്തയും മറിയയും അതേ കരഞ്ഞ് കലകിയിരിക്കുമ്പോ, അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ കണ്ണുനീർ തൂങ്ങിക്കൊണ്ട് അരുമനാഥൻ അവിടേക്ക് വരികയാണ്. അവരോട് കൂടെ കരഞ്ഞ് ഹൃദയം തകർന്നു പോകുവാനായിട്ടല്ല, ആ കരയുന്ന മാർത്തയും മറിയുടെ ഭവനത്തിലേക്ക് സമാധാന പ്രഭുവാകുന്ന അതേ ദൈവം തന്റെ പുത്രനെ അയച്ചത് ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുവാനാണ്. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ കൃപ ലഭിച്ച ദൈവമേ, ഞാനും നിങ്ങളും അവന്റെ പുത്രന്മാരാണ്, അവന്റെ പുത്രിമാരാണ്. ഞാൻ ആയിരിക്കുന്ന ആമേ രാജ്യത്ത് ഭവനത്തില് സമാധാനം ഉണ്ടാക്കുന്നവരായി തുടരുവാൻ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട് ചതിക്കുന്നവരായിട്ടല്ല, വചനം കേട്ട് ചെയ്യുന്നവരായി തീരുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നവരായി തീരുന്നുവെങ്കിൽ നിശ്ചയമായും ശ്രോതാവേ, മാതാവേ, പിതാവേ, കൂടപ്പറപ്പേ, അഭിഷക്തനെ, ഞാനും നിങ്ങളും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ആ നിലയിൽ പിതാവായ ദൈവം വിളിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാകട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് കൈമാറുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, കരുതുന്ന ദൈവം, ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എല്ലാ കണ്ണുകളും അടച്ചാട്ട. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ സമാധാനം യഥാർത്ഥമായി അനുഭവിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ ആമേൻ ആയിരിക്കുന്നിടത്ത് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, സമാധാനം വെളിപ്പെടുത്തുന്നവരായിരിക്കും എന്ന് അവിടുത്തെ തിരുവായി പൊഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ. അവിടുത്തെ ശിഷ്യന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച അവിടുത്തെ മക്കളെ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സുവിശേഷം പങ്കുവെക്കുന്നതിലൂടെ കണ്ടുമുട്ടുന്ന മേഖലകളിൽ അതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലൂടെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ
യേശുവിലൂടെയുള്ള സമാധാനം അനേകരിലേക്ക് എത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നല്ലോ. പലപ്പോഴും അത് തിരിച്ചറിയാതെ ഞങ്ങളുടേതാകുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഞങ്ങളുടേതാകുന്ന വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ നഷ്ടപ്പെടും. ഇന്ന് രാത്രി യഥാർത്ഥമായി ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം അവിടുത്തെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ, അതെ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി, ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരായി ജീവിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിച്ചാണല്ലോ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി സമാധാനത്തിലേക്ക് ആമേൻ ചുവടുവെച്ച് ആമേൻ മുന്നേറുവാൻ കഴിയാതെ ജഡത്തിൻ്റെതാകുന്ന പ്രവർത്തികൾക്കകത്ത്, ആമേൻ പൈശാചിക പ്രവർത്തികൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തി ജീവിതം, തകർന്നു കിടക്കുന്ന വ്യക്തി ജീവിതം, അതെ അബ്രഹാം, അതെ തന്റെ സഹോദര പുത്രനായ ലോത്ത് കർത്താവേ ആ സോദോമിൽ കിടക്കുമ്പോൾ, ആ സോദോമിന്റെ നാശത്തിൽ നിന്ന്, ആ ന്യായവിധിക്കകത്ത് നിന്ന് ആമേൻ രക്ഷപ്പെടുവാൻ വേണ്ടി, അതെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തുള്ളവർക്ക് വേണ്ടി, ഞങ്ങളുടെ ആമേൻ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കടപ്പെട്ടവരാണല്ലോ. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് നിത്യ നരകത്തിന് യോഗ്യനായിരുന്ന ഞങ്ങളെ നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കുവാൻ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് ആമേൻ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത് മാറ്റണമേ എന്ന്, അല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം എന്നെ നിറവേറ്റണമേ. അവിടുത്തെ പുത്രനെ ആ കാൽവരിയിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് തകർത്ത് കളയുവാൻ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി അവിടുത്തെ വചനപ്രകാരം ജീവിക്കുന്ന ഞങ്ങൾക്ക് ആ നിത്യമായ സമാധാനം നൽകുവാൻ തക്കവണ്ണമിടയായി. ആ സമാധാനം ഞങ്ങൾ ഒതുങ്ങി നിൽക്കാതെ അത് അനേകരിലേക്ക് എത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കും. ഞങ്ങളുടെ വരവിൽ പ്രത്യാശയോടെ ജീവിക്കാൻ എല്ലാവരെയും സഹായിച്ചു. നമ്മുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമെങ്കിൽ 97447034 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ചാനൽ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ശുഭരാ. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.